ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണെന്നല്ലേ ഒരുങ്ങി നിൽക്കുന്നത്. ഇന്ന് ഞങ്ങൾക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോറിക്ഷനെ ഇട്ടാണ് വിളിച്ചിട്ടുള്ളത്. നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓട്ടോറിക്ഷയാണ് നമുക്ക് എപ്പോഴും ആശ്രയം. അങ്ങനെ ഓട്ടോറിക്ഷക്കാരനെ വിളിച്ച സമയത്ത് തന്നെ അവർ വന്ന് പിന്നെ ഞങ്ങൾ പോവുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അവിടെ അമ്പലത്തേക്ക് വന്ന വലിയ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു, ട്രാവലർ. അപ്പോൾ അവിടെ നിന്ന് വേഗം വണ്ടിയിൽ എല്ലാവരും കയറി കുത്തി തിരക്കി കയറി എല്ലാവരും പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം കുറേ സമയം ഉണ്ടിട്ട് 3/4 മിനിറ്റോളം അങ്ങോട്ട് യാത്ര ചെയ്യാണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഓട്ടോറിക്ഷയിൽ കുറേ നേരം അങ്ങനെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് പോവുകയാണ്. വൈകുന്നേരമല്ലേ, ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വൈകുന്നേരത്ത് ഇങ്ങനെ. പിന്നെ നമ്മൾ അലനല്ലൂർ എത്തി. അലനല്ലൂർ ടൗണിൽ കൂടെ അങ്ങനെ കണ്ണംകുണ്ട് വഴി കൂടെയാണ് പോണത്. ടൗണിൽ കൂടെയൊക്കെ നല്ല തിരക്കുള്ള സമയമായിരുന്നു, വൈകുന്നേരം ആകുകൊണ്ട് തന്നെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കണ്ണംകുണ്ട് റൂട്ടിൽ അങ്ങനെ പോവുക കേട്ടോ. ഇതാണ് കേട്ടോ കണ്ണംകുണ്ട് പാലം. പുഴയിലൊക്കെ വെള്ളം കുറവാകുകൊണ്ട് ആൾക്കാരൊക്കെ പുഴയിൽ ഇറങ്ങി നിൽക്കണമൊക്കെ ഉണ്ട്. കുറേ കുട്ടികൾ അവിടെ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴക്കാലമാകുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ വിട്ടപ്പോൾ വെള്ളമൊക്കെ വരിക, നല്ല ബ്ലോക്കൊക്കെ ആവും, വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്ത സ്ഥലമാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ അവിടെ എത്തിയിട്ടോ, സ്ഥലത്തെത്തി. പിന്നെ അങ്ങനെ വീട്ടിലെത്തി ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഉള്ളിലൊക്കെ കണ്ട് നല്ല അടിപൊളി വീടാണ് കേട്ടോ. ഇപ്പോഴത്തെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാണ്. പിന്നെ ഞങ്ങളോട് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് അവർ ചോറൊക്കെ വിളമ്പുണ്ടായിരുന്നു. അമ്മായി ഉണ്ടായിരുന്നില്ല അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. പിന്നെ കുട്ടികളൊക്കെ TV കാണുന്നുണ്ട്. പിന്നെ ചേച്ചിമാർ ഓരോ ഫുഡൊക്കെ വിളമ്പുന്നുണ്ട് ഞങ്ങൾക്ക്. നല്ല അടിപൊളി സദ്യ കേട്ടോ. സാമ്പാർ, ചോറ്, പപ്പടം, പായസം, പുളിയിഞ്ചി, അച്ചാർ, മത്തൻ കറി, അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ട്. അതൊക്കെ കൂട്ടി ഞങ്ങൾ നല്ലോണം ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ പിന്നെ വർത്തമാനം പറഞ്ഞിരുന്ന് പിന്നെ ഞങ്ങൾ മേലേക്കൊക്കെ കയറിപ്പോയി. പിന്നെ എല്ലാവരും പോലെ ഞങ്ങളും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടു. നല്ല സ്ഥലങ്ങൾ കണ്ടാൽ നമ്മളെ മെയിൻ പരിപാടിയല്ലേ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക. അതിനെ ഞങ്ങളും ചെയ്തിരുന്നു കേട്ടോ. പിന്നെ അച്ചും റീനുവൊക്കെ അതിനെ കളിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. ചേച്ചി അവിടെ ഫോസിങ് നിൽക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ ഈ വീടിൻ്റെ. നമ്മൾ ഈ ഡോർ ഇങ്ങനെ തുറന്ന് പുറത്തിറങ്ങിയാൽ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. വൈകുന്നേരത്തല്ല, പിന്നെ രാവിലെ എണീച്ച് നമ്മളിങ്ങനെ ഇവിടെ നിൽക്കാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ തുറന്നാൽ ഓപ്പൺ ഏരിയയാണ്. റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരെയും പിന്നെ അതുപോലെ പുറത്താരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ മേലെ നിന്ന് കാണും കേട്ടോ. അങ്ങനെ ഓപ്പൺ ഏരിയ ആയിട്ടാണ് കൊടുക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ, വീട് അടിപൊളിയാണ്. പിന്നെ ഇങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് അപ്പുറത്ത് കൂടെയൊക്കെ പോയിട്ട് വരാൻ എഴുതിയിട്ട് അങ്ങനെ പുറത്തേക്ക് വന്ന് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് വന്നപ്പോൾ ഈ സ്റ്റെയറിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഓപ്പൺ ഏരിയയും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. വേറൊരു ബെഡ്റൂം ഓപ്പൺ ആയിട്ടുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഗ്ലാസിൻ്റെ. നല്ല രസമായിരിക്കും നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാനൊക്കെ വേണ്ടിയിട്ടേ അങ്ങനത്തെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോരുമായിരുന്നു. അച്ഛയുടെ സ്റ്റെപ്പ് ഇറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ, കുറേ നേരമായി തുടങ്ങിയിട്ട്. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അമ്മായി വന്നിട്ടുണ്ട് കേട്ടോ പഴയ വീട്ടിൽ നിന്ന്. പിന്നെ വൈകുന്നേരമല്ലേ, സന്ധ്യാസമയമല്ലേ, അപ്പോൾ വിളക്കൊക്കെ കാട്ടാൻ വേണ്ടിയിട്ട് അമ്മായി വിളക്കൊക്കെ എടുത്ത് തിരിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്ന് സ്റ്റെപ്പിലൊക്കെ ലൈറ്റിങ് വർക്കുകളൊക്കെ നല്ല ഭംഗിയിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഉണ്ടാകുന്ന എല്ലാ വീട്ടുകളിലും ഇങ്ങനെ ലൈറ്റിങ്ങൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കും കേട്ടോ വീടൊക്കെ. പിന്നെ നമ്മളവിടെ മിറർ കണ്ടാൽ നമുക്ക് എന്തായാലും ഒരു ഫോട്ടോ എടുക്കാതെ നിൽക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിട്ടാണ് അവിടെ നിന്ന് തിരക്കൂട്ടൽ തുടങ്ങി. പോവല്ലേ മക്കളെ പോവല്ലേന്ന് ഞാനെൻ്റെ വീഡിയോസ് എടുക്കൽ പിന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്ന്. പിന്നെ കിച്ചണൊക്കെ പോയിട്ട് ഇങ്ങനെ കണ്ട് അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസമല്ലേ പരിപാടിയൊക്കെ ആയിട്ട്. കിച്ചണൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ചെറിയ ഇതല്ലേ, നല്ല സ്പേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞിതാണെങ്കിലും അടിപൊളിയാണ്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടത്. പിന്നെ നമ്മളെ ഡൈനിങ് ഹാളിൽ ഒരു TV സ്പേസിൻ്റെ അവിടെ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല അവിടെയൊക്കെ ഭയങ്കര സ്പേസിങ് ആണ് കേട്ടോ. അടിപൊളിയാണ്, മൊത്തമായിട്ട് അടിപൊളിയാണ് കേട്ടോ വീടൊക്കെ കാണാൻ. പിന്നെ ഞാനും മക്കളും അവിടെ കുറച്ച് നേരം സെറ്റിയിലൊക്കെ ഇരുന്ന്. പിന്നെ ഞാനവിടെ വേറൊരു കാര്യം കണ്ടിട്ടു, ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛമ്മേൻ്റെ ഫോട്ടോ ഒക്കെ ഫ്രെയിം വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് കുറേ സമയമായി വന്നിട്ട്. ഏകദേശം ഒരു 7:30 ആവുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവിടെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന്. പിന്നെ ചേച്ചി ഞങ്ങളുടെ തന്നെ കയറിപ്പോയിട്ട് പിന്നെ വന്നിട്ട് വർത്താനൊക്കെ പറയുന്നുണ്ട്. അമ്മ അങ്ങനെ വിളിച്ചിട്ട് അവിടെ നിന്ന് അമ്മ എല്ലാവരും വിളിച്ച് വരുത്തിയിട്ട് പിന്നെ അമ്മ ഉള്ളിക്കന്നെ പോയിട്ടുണ്ട്. പിന്നെ അമ്മായിനോട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ പോവാട്ട് വീട്ടിലേക്ക്. അങ്ങനെ വണ്ടിക്കാരനൊക്കെ വിളിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല വർത്താനം പറഞ്ഞാൽ. പോണ വഴിയിൽ നിന്ന് റൂട്ടിൽ ഇറങ്ങിയിട്ട് വർത്താനം തന്നെ എല്ലാവരും. പിന്നെ അങ്ങനെ വണ്ടിക്കാരൻ വന്ന് വണ്ടിയിലൊക്കെ കയറി പോകുന്നത്. പിന്നെ അമ്മയ്ക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാനായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, ഹോൾസെയിൽ കടയിൽ നിന്ന് കടയ്ക്കുള്ള സാധനമൊക്കെ മേടിക്കാനായിരുന്നു. പിന്നെ ആ കടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ച് പിന്നെ അതൊക്കെ വാങ്ങി മെല്ലെ ഇട്ട് അവിടെ നിന്ന് പോയതായാലും നല്ലൊരു. പിന്നെ ഞങ്ങളങ്ങനെ അമ്മ സാധനമൊക്കെ മേടിച്ച് വന്ന് വണ്ടിയിൽ കയറി പിന്നെ ഞങ്ങളങ്ങനെ പോവാട്ടോ.
അതേപോലെ രാത്രി യാത്ര ചെയ്യാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് സബും ചെയ്യാൻ മറക്കരുത്.